മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കുനിപ്പാലയിൽ ചീരങ്ങൻ ജാഫറാണ് ഇരുവൃക്കകളും തകർന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ പെടാപ്പാടുപെടുന്നത്. ഉടൻ സർജറി നടത്തി വൃക്ക മാറ്റിവെച്ചില്ലെങ്കിൽ ജീവൻ അപകടത്തിലാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 40 ലക്ഷത്തിനു മുകളിൽ ഉടനെ സമാഹരിക്കണം. ജാഫറിന്റെ ജീവനായി നാട് ഒരുമിക്കുകയാണ്. നാട്ടുകാരുടെ ശ്രമഫലമായി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം ജാഫറിന്റെ വീട് സന്ദർശിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, കുനിപ്പാലയിലെ പോത്തുകല്ല് പഞ്ചായത്തിലെ പ്രിയപ്പെട്ട ജാഫറിന്റെ സങ്കടം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണും. ആ പ്രിയപ്പെട്ട സഹോദരനെ പണമില്ലാത്തതിന്റെ പേരിൽ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ജാഫറിന്റെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ്. നമ്മളൊന്ന് കൂടെ നിന്ന് കൊടുത്താൽ മതി. ലക്ഷങ്ങളോ കോടികളോ പതിനായിരങ്ങളോ ഒന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ട നാട്ടുകാർ ജാഫറിന്റെ സങ്കടത്തോടൊപ്പം ഒന്ന് നിന്നു കൊടുത്താൽ ആ പ്രിയപ്പെട്ടവനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിലേറെ സങ്കടം എന്ന് പറയുന്നത് നമുക്കായി, നാടിനായി പോത്തുകല്ലിലും കുനിപ്പാലയിലും ഒക്കെ സാമൂഹിക പ്രവർത്തനം നടത്തിയ, മറ്റുള്ളവന്റെ വേദനയൊക്കെ പറയുമ്പോൾ ഓടി നടന്ന ഒരു പ്രിയപ്പെട്ടവനാണ് ഇന്ന് കിഡ്നി മാരകമായ അസുഖം ബാധിച്ച് അവസാന സ്റ്റേജിൽ കിടക്കുന്നത്. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. ഒറ്റക്കെട്ടാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. പ്രതീക്ഷ എന്ന് പറയുന്നത് പോത്തുകല്ലിലെ നന്മയുള്ള പരിസര പ്രദേശങ്ങളിലുള്ള പ്രിയപ്പെട്ട ആളുകളടക്കം എല്ലാവരും പലതുള്ളി പെരുവെള്ളമായി സമാഹരിച്ചാലേ നമുക്ക് 40 ലക്ഷം എന്ന് പറയുന്ന ആ വലിയ ഒരു ഹിമാലയൻ ടാസ്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമാണ്. ഇലക്ഷന്റെ ബഹളം കൊണ്ട് അതിന്റെ തിരക്കുകളിലേക്ക് ആളുകളുടെ ശ്രദ്ധ പോകുമ്പോൾ പ്രിയപ്പെട്ടവന്റെ ജീവൻ ഇവിടെ അപകടത്തിലാവാൻ പാടില്ല എന്നുള്ള വലിയ പ്രതിജ്ഞയും ഒരു ലക്ഷ്യവും കൂടി ഈ ജനകീയ കമ്മിറ്റി ഉണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. തുടർന്ന് ഫിറോസ് ഖാൻ ചെയർമാനായും ബാബു പാലാട് കൺവീനറായും മണി ട്രഷററായും ജാഫർ ചികിത്സാ സഹായ കമ്മിറ്റി നിലവിൽ വന്നു. സുമനസ്സുകൾക്ക് കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ഞെട്ടിക്കുളം ശാഖയിലെ അക്കൗണ്ട് നമ്പർ 40151011177488, IFSC KLGB 00401558 എന്ന നമ്പറിൽ സഹായം പങ്കിടാം. ഗൂഗിൾ പേ ആയി ജാഫറിന്റെയും ഭാര്യ സജീനയുടെയും നമ്പറിൽ സഹായം കൈമാറാം. ഫോൺ നമ്പർ ഈ പറയും വിധമാണ്: ജാഫർ അലി 7907411576, സജീന 8075525556. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തി ജീവൻ നിലനിർത്തി പോരുന്ന ജാഫറിന്റെ ഒരു കിഡ്നി നേരത്തെ റിമൂവ് ചെയ്തിരുന്നു. അവശേഷിക്കുന്ന കിഡ്നിയിൽ നീരും രക്തവും നിറഞ്ഞ് വലുപ്പം കൂടി വരുന്നു. ശാരീരിക പ്രയാസങ്ങളും ശ്വാസതടസ്സവും കൂടി വരികയാണ്. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. മനസാക്ഷിയുള്ളവർക്ക് നെഞ്ചുപൊട്ടാതെ ഈ സങ്കടം കാണാൻ കഴിയില്ല. നാട്ടിലെ സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ് ജാഫർ. തന്റെ ജീവിതം നാടിനും സമൂഹത്തിനും വേണ്ടി മാറ്റിവെച്ച ജാഫറിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ മതിയാവൂ. നിലമ്പൂർ വിഷന്റെ ഈ സതുദ്ദേശ വാർത്താ വീഡിയോ കാണുന്ന നല്ല മനസ്സുകൾ ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് നൽകി ജാഫറിനെ സഹായിക്കണം. ജാഫറിലൂടെ ഒരു കുടുംബത്തെയാകെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, മലപ്പുറം.